ഓം ശാന്തി. ജീവിതത്തിൽ സങ്കല്പധാരയെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എവിടെ ഇരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ ദുഃഖിതരാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മളെപ്പോഴാണോ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്താൻ നമ്മൾ സ്വയം തയ്യാറാവുന്നത്, അവിടെ നിങ്ങളെ സന്തോഷിപ്പിക്കാനും ആർക്കും സാധ്യമല്ല. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന മനുഷ്യരെ സന്തോഷിക്കാൻ തുടങ്ങും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ തൊടുന്ന വസ്തുക്കൾ സന്തോഷിക്കാൻ തുടങ്ങും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളതായിരിക്കുന്ന പ്രകൃതി സന്തോഷിക്കാൻ തുടങ്ങും. ഇതിൻ്റെ പ്രതിഫലനം എന്ന പോലെ ജീവിതത്തിലേക്ക് സന്തോഷം ഒഴുകിയെത്താനും തുടങ്ങും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഓർത്തു പോവുകയാണ് ഇന്ന്. ഒരു ഇഷ്ടപ്പെട്ട കഥ എനിക്ക്. ഒരിക്കൽ ഒരു കുംഭാരൻ തൻ്റെ നിർമ്മാണശാലയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു ഹുക്ക വലിക്കുന്നൊരു പൈപ്പ് ഷേപ്പ് ഒരു സാധനം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതൊരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ സാധാരണ ഇന്ന് കുടം ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്. കൂജ, കുടം, ഇതൊക്കെയാണ് സാധാരണ, കലം, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വൈഫ് നോക്കുമ്പോൾ ഇത് വിചിത്രമായിരിക്കുന്നൊരു സാധനം, നീണ്ട കഴുത്തൊക്കെയായി, ഇങ്ങനെ ഒരു സാധനമാണല്ലോ ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. ചോദിക്കുക, എന്താ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഞാനേ ഹുക്ക വലിക്കാനുള്ളതായിട്ടുള്ളൊരു പൈപ്പ് നീ കണ്ടിട്ടില്ലേ? അപ്പോൾ ഹുക്കയ്ക്ക് പുകയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൈപ്പ് ഷേപ്പ് കഴുത്തുള്ളതായിരിക്കുന്ന ഇതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊരു ട്രെൻഡായ സാധനം, ഒരുപാട് പേർക്ക് നന്നായി വിറ്റ് പോകുന്നുണ്ട്, ഞാനും ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും നല്ല പൈസ കിട്ടുമല്ലോ എന്ന് പറയും. അപ്പോൾ ഭാര്യ പറയും, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? നമ്മുടെ കർമ്മം കൊണ്ട് മറ്റൊരാൾക്ക് സുഖം കൊടുക്കാമെങ്കിൽ അതുപോലെ കുടം വിറ്റാലും കാശ് കിട്ടും, കലം വിറ്റാലും കാശ് കിട്ടും, കൂജ വിറ്റാലും കാശ് കിട്ടും. നിങ്ങൾ എന്തിനാ ഈ സാധനം ഉണ്ടാക്കി വിറ്റിട്ട് കാശിൻ്റെ പിന്നാലെ എന്തിനാ ഇതിനു വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കും. അയാളുടെ മനസ്സ് മാറും. അയാൾ വീണ്ടും നന്നായിട്ട് മണ്ണ് കുഴച്ച് തിരിച്ച് വീണ്ടും കുട ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മണ്ണ് ചോദിച്ചു കുമ്പാരൻ്റെ അടുത്ത്, എന്ത് പറ്റി? എന്താണ് ഇത്രയൊക്കെ പണി തീർന്ന് എന്നെ നീ എന്തിനാ കുഴച്ചത് വീണ്ടും ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ എൻ്റെ ചിന്ത മാറ്റി, എൻ്റെ മനസ്സിനെ മാറ്റിയെന്ന് പറയും. അപ്പോൾ മണ്ണ് പറയും, നീ എന്താ മാറ്റിയത്? അല്ല, ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ ഹുക്ക വലിക്കാനുള്ള പൈപ്പ് ടൈപ്പ് കുട ഞാൻ ഉണ്ടാക്കണത്? ഞാൻ ഒരു കുടമാണ് ഉണ്ടാക്കുന്നത്, കൂജയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് എനിക്ക് നല്ല സഹായം കിട്ടും, നല്ല കർമ്മല്ലേ, ചെയ്താൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉടനെ മണ്ണ് പറഞ്ഞു പോലും, ഓ ഞാനെന്തൊരു ഭാഗ്യശാലി, നീ എങ്ങാനും ആ ഹുക്ക വലിക്കാനുള്ള പൈപ്പ് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, ആ ഹുക്ക കത്തിക്കാനുള്ളതായിരിക്കുന്ന പാത്രം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ എന്നും കത്തി എരിഞ്ഞുകൊണ്ട് പുകയടിച്ചുകൊണ്ട് ഞാൻ നരകിച്ചേനെ. നീ കുടവും കൂജ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം വെച്ച് ഞാനും തണുക്കും, ആരടുത്തൊക്കെ ഞാൻ പോകുന്നു അവരുടെ മനസ്സും ഞാൻ തണുപ്പിക്കും, എനിക്കും സന്തോഷം കിട്ടി, താങ്ക് യു നിനക്ക് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, നല്ല കർമ്മം ചെയ്ത് അതിൻ്റെ ഫലമായിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നേടാൻ നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ തൊടുന്ന വസ്തുക്കൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ടുള്ള വൈബ്രേഷൻ, നമ്മൾ ആരുടെയൊക്കെ കൂടെ ജീവിക്കുന്നു ആ ആളുകൾക്ക്, ഈ പ്രപഞ്ചത്തിലെ പഞ്ചതത്വങ്ങൾക്ക്, സർവ്വചരാചരങ്ങൾക്കും നിങ്ങൾ സന്തോഷം കൊടുക്കുകയാണ് അറിയാതെ. ഒരു ചന്ദനത്തിൽ കൊളുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം വ്യാപിക്കുമല്ലോ, അതുപോലെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ ഒരു ഊർജ്ജമുണ്ടാക്കുകയും അത് ഈ പ്രപഞ്ചത്തിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും ഒരു ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് വരുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി പ്രകൃതിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഞാൻ തിരഞ്ഞെടുത്താൽ ഒരു പക്ഷേ ചെറിയ ചെറിയ ലാഭങ്ങളിലൂടെ നേടാൻ പറ്റില്ലായിരിക്കും, എങ്കിലും സദാകാല സന്തോഷം നിങ്ങളടുത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് വലിയ ലാഭങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് തെറ്റായ വഴി തിരഞ്ഞു കൊടുക്കുമ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്ന അതിൻ്റെ പ്രതിഫലനം എന്നൊരു ദുഃഖം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് സമ്പാദിക്കാൻ വേണ്ടി നല്ല കർമ്മങ്ങളിലൂടെ എത്ര വേണേ ഹാർഡ് വർക്കിലൂടെയോ അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ സ്മാർട്ട് വർക്കിലൂടെയോ എത്ര വേണമെങ്കിൽ ഐഡിയ ഉപയോഗിച്ചുകൊണ്ടോ കൂടുതൽ നിങ്ങൾ നേടിക്കോളൂ. തെറ്റായ വഴിക്ക് സുഖം നേടാൻ പോകുമ്പോൾ മനസ്സിലാക്കുക, കത്തിയെരിയുന്ന ഒരു ഫ്യൂച്ചർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല ചിന്തകളിലൂടെ സന്തോഷത്തെ ആഹ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെന്നും സന്തോഷവും സമൃദ്ധവും നിറഞ്ഞ ജീവിതമുണ്ടാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.